ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ കാണിച്ചു തരാം, നോക്കിക്കോ. എന്താ സ്മെല്ല്, മൂക്കിലങ്ങോട്ട് കയറി വായിന്നങ്ങോട്ട് വെള്ളം പൊട്ടുന്ന ആ ഒരു സ്മെല്ല്. എന്നാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, ഇതുപോലെ ബീഫ് നിങ്ങൾക്കും തയ്യാറാക്കാം. നല്ല ഡാർക്ക് കളറ് ബീഫ് ഫ്രൈ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്ക്. വെറൈറ്റി ടേസ്റ്റിലും വെറൈറ്റി റെസിപ്പി ആയിട്ടുള്ള വൈറൽ ബീഫ് ഫ്രൈ ആണിത്. അപ്പോൾ ബീഫില്ല കയ്യിൽ നിന്നും പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ബീഫ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് പറഞ്ഞുതരാം. ഇന്നലെ നിങ്ങളൊക്കെ ബീഫൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കട്ടയാക്കിണ്ടെങ്കിൽ കുറച്ച് പൊടിയുപ്പ് ഇട്ട് അവിടെ വെച്ചോളി. അപ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ എന്നിട്ട് അത് നമുക്ക് കഴുകിയെടുക്കാം. എപ്പം പറയും പോലെ പറയാണ്, വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മുടെ സന്തോഷം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു മോഡൽ ഏതാണ്, എങ്ങനെയാണ് ബീഫ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റിലൊക്കെ പറഞ്ഞോളി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യാമല്ലോ കമൻറ്റിലൂടെ. ഒരു ലൈക്കും ഒരു കമൻറ്റും ഒരു സബ്സ്ക്രൈബൊക്കെ തരി. അങ്ങനെ ഞാൻ ബീഫൊക്കെ നല്ല രീതിയിൽ കഴുകി എടുത്തേക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാം. ഞാൻ ഈ കിച്ചണിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം അങ്ങോട്ട് റെഡിയാക്കി വെക്കും കേട്ടോ. നമുക്കിപ്പോൾ ഒരു മസാല ഒക്കെ തയ്യാറാക്കണമെങ്കിൽ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ആദ്യം റെഡിയാക്കി കയ്യത്ത് നിറത്ത് വെച്ചിട്ട് റെഡിയാക്കിയിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് ഇറങ്ങാറ്. അല്ലാണ്ട് ഇപ്പോൾ ഒന്നെടുത്ത് അങ്ങോട്ടോടി ഒന്നെടുത്ത് ഇങ്ങോട്ടോടി അങ്ങനെ കളിക്കണ്ടല്ലോ. അപ്പോൾ ബീഫൊക്കെ അവിടെ നല്ലോണം ആറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാനവിടെ മസാല തയ്യാറാക്കണേ. ഇതിലാണ് വെറൈറ്റി മസാല ഇരിക്കണേ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇത് മാത്രമല്ല കേട്ടോ, ലാസ്റ്റ് ഉണ്ട് ഒരു കോംബോ. അതാണ് നിങ്ങൾ പ്രത്യേകിച്ച് കാണേണ്ടത്. അപ്പോൾ ഞാനവിടെ ആവശ്യത്തിനുള്ള മുളക്, മല്ലി, മഞ്ഞൾ, ഗരം മസാല, ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണോ അത്രയും നിങ്ങൾ വാരിക്കോരി അങ്ങോട്ട് ഇട്ടോളി കേട്ടോ. ലാസ്റ്റ് കൂടിപ്പോയിട്ട് നമ്മളെ പറയൊന്നും വേണ്ട, ഓരോരുത്തരുടെ വായുടെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതെന്താ ഇട്ടെന്നല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിങ്ങെടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് മേലെ നല്ലോണം നമ്മുടെ പെപ്പർ പൗഡർ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അത് മിക്സാക്കി എടുക്കുക. ഈ മസാല കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിലങ്ങ് ചോറിട്ട് തിന്നാൻ തോന്നും. ചമ്മന്തി പോലെ ഇരിക്കണില്ലേ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്, ഇന്നത്തെ ബീഫിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി നല്ല എരിവോട് കൂടി നിങ്ങളിങ്ങനെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ ചോദിക്കും നിങ്ങളോട് ഇതെവിടെ നിന്ന് കണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചാനലങ്ങ് സപ്പോർട്ട് ചെയ്യുക, വൈറലാകട്ടെ. ഞാനത് ബീഫിലിട്ട് നല്ല രീതിയിൽ അങ്ങ് പുരട്ടി കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തട്ടെ. എല്ലാ പീസും, ഒരു പീസിനും പരാതി ഉണ്ടാവാറ് എൻ്റെ മേലെ പുരട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവിടെ ആക്കി നല്ല രീതിയിൽ പുരട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് അങ്ങ് വിസിൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വിസിലടിച്ചോ. സ്മെല്ല് കേട്ടിട്ട് നമ്മുടെ ചങ്ങായി എത്തിക്കണ് ഉടുമ്പ്. നിങ്ങൾക്ക് 8, 7, 9 എത്രയാണ് നിങ്ങളുടെ ബീഫിൻ്റെ വേവെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വിസിലടിച്ചെടുത്തങ്ങ് എടുത്തോളി. അപ്പോൾ വെന്ത് കിട്ടണ്ടേ. അപ്പം ഞാൻ അടുത്തത് വറവിനായിട്ടുള്ള സാധനമാണ് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. നിങ്ങൾക്ക് തേങ്ങയോ ബോടയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനങ്ങനെ കുറച്ച് ഓയിലിട്ട് അതിലോട്ടേക്ക് കറിവേപ്പിലിട്ട് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ കുറച്ച് ബേക്കോട്ടേക്ക് ഇങ്ങ് മാറിപ്പോയി. അല്ല പിന്നെ വീഡിയോ എടുത്താലും നമ്മുടെ മുഖത്തല്ലേ തെറിക്കുക, നിങ്ങൾക്ക് എന്താല്ലേ. അപ്പം ഞാനതിൽ മുളക് ഇട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര മുളകാ വാരിയിട്ട്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കാണിക്കണ്ടേ. അങ്ങനെ ഉള്ള മുളകൊക്കെ വാരിയിട്ട് നല്ല രീതിയിൽ വറവിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെങ്കിലുണ്ടല്ലോ ഈ ഒരു വറവിടുമ്പോൾ ആ ഒരു വറ്റൽ മുളക്, കറിവേപ്പിലയൊക്കെ എണ്ണയിലിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട ആ ഒരു സ്മെല്ല്, എൻ്റെ പടച്ചോനെ ഭയങ്കര സ്മെല്ലാണ്. അത് നമുക്ക് അപ്പോൾ തന്നെ ആ ഒരു ഫുഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. നല്ല സ്മെല്ലാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. പിന്നെ അതിലോട്ടേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം അതിൻ്റെ കളറ് ബ്രൗൺ കളറാകും വരെ നമ്മൾ മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്ത് ഈ ബീഫിൻ്റെ ഡാഡിന്നൊക്കെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പറയൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ബീഫിൽ ഇതൊക്കെ ഇട്ട് മിക്സാക്കി എടുത്തിക്കണ്. ഇതാണ് മക്കളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ബീഫ്. ഒന്ന് നമുക്ക് കഴിച്ച് നോക്കാം. ഞാനത് ഇലയിലൊക്കെ ഇട്ടിട്ട് കാസറോളിലിട്ട് നല്ല രീതിയിൽ മൂടി വെച്ചതാണ്. തുറക്കുമ്പോൾ ആ ഒരു മണം, വാ
എനിക്കെന്നാ ഇത് ഫുൾ ഒറ്റയടിക്കങ്ങ് ഇരുന്ന് തിന്നാനാ തോന്നുന്നത്. എന്തായാലും ബീഫിനോട് ആർത്തിയില്ലാത്ത ആരും ഈ വീഡിയോ കാണൂല. ബീഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ വെറൈറ്റി ബീഫ് ഈ വീഡിയോ തന്നെ ആയിരിക്കട്ടെ. വേഗം ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കുകയും ചെയ്തോ. ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയറും ചെയ്തോ. വേണേ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസിലും വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ടും കാണാം. ഇൻഷാ അല്ലാ ബൈ.